എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ സാധാരണമായി തോന്നുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ ആഴത്തിലുള്ളതും ആത്മീയമായതുമാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ നിത്യവും എത്തുന്ന ഒരു പക്ഷിയാണ് കാക്ക. പലരും അതിനെ ഒരു സാധാരണ പക്ഷിയായി മാത്രം കാണുന്നു. ചിലർ അതിനെ അകറ്റാനും ശ്രമിക്കും. പക്ഷേ നമ്മുടെ സംസ്കാരത്തിലും വിശ്വാസങ്ങളിലും കാക്കയ്ക്കുള്ള സ്ഥാനം അത്ര ചെറുതല്ല. അത് വെറും ഒരു പക്ഷി മാത്രമല്ല, അതൊരു സന്ദേശവാഹകൻ കൂടിയാണ്, ഒരു സൂചനയാണ്. ചിലപ്പോൾ നമ്മുടെ പിതൃക്കളുടെ സാന്നിധ്യത്തിൻ്റെ അടയാളം തന്നെയാണ്. നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ളതാണ് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് പുണ്യമാണ് എന്ന്. പിതൃകർമ്മങ്ങളിൽ കാക്കയെ വിളിക്കുന്നതും അതിനുള്ളൊരു വലിയ കാരണമാണ്. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടാകും, എന്തുകൊണ്ടാണ് കാക്കയ്ക്ക് ഇത്ര പ്രാധാന്യമെന്ന്? എന്തുകൊണ്ടാണ് മറ്റു പക്ഷികളെക്കാൾ കാക്കയെ പ്രത്യേകമായി കാണുന്നതെന്ന്? അതിൻ്റെ പിന്നിലെ ആത്മീയ സത്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ ഈ വീഡിയോയിലൂടെ അതെല്ലാം നമ്മൾ വളരെ വിശദമായി മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില വീടുകളിൽ കാക്കകൾ നിത്യവും എത്തും. രാവിലെ ആയാലും വൈകുന്നേരമായാലും അവർ ഒരിക്കലും അവിടെ നിന്ന് വിട്ടുമാറില്ല. എന്നാൽ ചില വീടുകളിൽ ഒരിക്കലും കാക്ക വരാറേയില്ല. വന്നാലും ഒരുപാട് സമയം നിൽക്കാതെ പറന്നുപോകും. ഇത് എന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ വെറും യാദൃശ്ചികത മാത്രമാണോ? അല്ലെങ്കിൽ അതിന് പിന്നിൽ ഒരു ആത്മീയ കാരണമുണ്ടോ? വിശ്വാസങ്ങൾ പറയുന്നത് ഇത് വെറും യാദൃശ്ചികതയല്ല എന്നാണ്. വീടിൻ്റെ ഊർജവുമായി, അവിടെ ജീവിക്കുന്ന ആളുകളുടെ സ്വഭാവവുമായി, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു സൂചനയാണിത്. നമ്മുടെ സംസ്കാരത്തിൽ സ്ത്രീകളെ പൊതുവെ ഗൃഹലക്ഷ്മി എന്ന് വിളിക്കും. ഒരു വീട്ടിൻ്റെ സമാധാനവും ഐശ്വര്യവും സന്തോഷവും വളരെയധികം ആശ്രയിക്കുന്നത് ആ വീട്ടിലെ സ്ത്രീയുടെ മനസ്സിനെയും സ്വഭാവത്തെയും ആശ്രയിച്ചാണ്. ഒരു സ്ത്രീയുടെ ചിന്തകൾ, അവളുടെ പ്രാർത്ഥനകൾ, അവളുടെ കരുണ, അവളുടെ സഹനശക്തി, ഇതെല്ലാം ചേർന്നാണ് ഒരു വീട്ടിൻ്റെ ഊർജം രൂപപ്പെടുന്നത്. ആ ഊർജം ശുദ്ധവും സാത്വികവുമാവുമ്പോൾ അതിലേക്ക് സ്വാഭാവികമായി ചില ദൈവീക സൂചനകൾ എത്തും. അതിലൊന്നാണ് കാക്കയുടെ സാന്നിധ്യം. പിതൃപ്രീതി എന്നൊരാശയം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പൂർവികർ, അവർ നമ്മളെ നോക്കി കാത്തിരിക്കുന്നുവെന്നും അവരുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും വിശ്വാസമുണ്ട്. ആ പിതൃപ്രീതിയുള്ള വീടുകളിൽ ഒരു പ്രത്യേക സമാധാനമുണ്ടാകും, ഒരു ദൈവീക ശക്തി അനുഭവപ്പെടും. അത്തരത്തിലുള്ള വീടുകളിൽ കാക്കകൾ എത്തുന്നത് ഒരു സാധാരണ സംഭവമല്ല. അത് ഒരു അടയാളമാണ്, പിതൃക്കളുടെ സാന്നിധ്യത്തിൻ്റെ അടയാളം. ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് പല തടസ്സങ്ങളും ഉണ്ടാകാം. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ ശരിയാകാത്ത സമയമുണ്ടാകും. അപ്രതീക്ഷിതമായ പ്രശ്നങ്ങൾ വരാം. എന്നാൽ ഒരു ഘട്ടത്തിൽ എല്ലാം മാറി തുടങ്ങും. കാര്യങ്ങൾ നന്നാകാൻ തുടങ്ങും. മനസ്സിലൊരു ശാന്തത ഉണ്ടാകും. അത്തരം സമയങ്ങളിൽ പലർക്കും അനുഭവപ്പെട്ടിട്ടുള്ളതാണ് വീട്ടിൽ കാക്കകൾ വരാൻ തുടങ്ങുന്നത്. ഇതൊരു സൂചനയായി കാണപ്പെടുന്നു. നിങ്ങളുടെ പിതൃക്കൾ സന്തുഷ്ടരാണ്, അവരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നൊരു സൂചന. അതുപോലെ തന്നെ ശനിദോഷം എന്നൊരു ആശയം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ജീവിതത്തിൽ കഷ്ടപ്പാടുകളും വൈകല്യങ്ങളും ഉണ്ടാക്കുന്ന ഒരു ഘടകമായി പലരും ഇതിനെ കാണാറുണ്ട്. വിശ്വാസങ്ങൾ പറയുന്നത് ശനിയുടെ അനുഗ്രഹം ലഭിക്കുമ്പോൾ ജീവിതത്തിൽ സ്ഥിരതയും നീതിയും കൈവരുമെന്നാണ്. കാക്കയെ ശനിദേവനുമായി ബന്ധിപ്പിച്ചാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ കാക്കയുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് ശനിയുടെ ദോഷങ്ങൾ കുറയുന്നതിൻ്റെ അടയാളമായും കാണപ്പെടുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം വെറും ദൈവീക കാര്യങ്ങൾ മാത്രമല്ല, മനുഷ്യ സ്വഭാവത്തോടും ഇത് വളരെ അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു.
പ്രത്യേകിച്ച് ആ വീട്ടിലെ സ്ത്രീകളുടെ മനസ്സും അവരുടെ ഗുണങ്ങളും ഇതിൽ വലിയ പങ്കുവഹിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഒരു സ്ത്രീയുടെ മനസ്സ് വളരെ നിഷ്കളങ്കമായിരിക്കുമ്പോൾ, അവൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാൻ ഒരിക്കലും ചിന്തിക്കാത്തവളായിരിക്കുമ്പോൾ, അവളുടെ ഉള്ളിൽ അസൂയയും ദേഷ്യവും ഇല്ലാത്തപ്പോൾ, അത്തരം ഒരു മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന ഊർജം വളരെയധികം ശുദ്ധമായിരിക്കും. അത്തരം വീടുകളിൽ ഒരു പ്രത്യേക ശാന്തതയും പോസിറ്റീവ് എനർജിയും ഉണ്ടാകും. ഈ ശുദ്ധമായ ഊർജം തന്നെ കാക്കകളെ ആകർഷിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ സഹജീവികളോടുള്ള സ്നേഹം, ഇതൊരു വലിയ ഗുണമാണ്. ഇന്ന് പലരും സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ചിലർ ഇപ്പോഴും പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അവരെ പരിചരിക്കുന്നുണ്ട്, അവരോട് കരുണ കാണിക്കുന്നുണ്ട്. അത്തരം വീടുകളിൽ കാക്കകൾ എത്തുന്നത് അത്ഭുതകരമായ ഒന്നല്ല. കാരണം അവിടെയുണ്ട് കരുണ, അവിടെയുണ്ട് പങ്കുവെക്കൽ, അവിടെയുണ്ട് സ്നേഹം. കാക്കയ്ക്ക് ഒരു ചെറിയ കഷ്ണം ഭക്ഷണം കൊടുക്കുന്നത് പോലും ഒരു വലിയ പുണ്യമായി കണക്കാക്കപ്പെടുന്നു. ജീവിതത്തിൽ സഹനശക്തിയും ദയയും വളരെ പ്രധാനമാണ്. ചിലർ എത്ര പ്രശ്നങ്ങൾ വന്നാലും ശാന്തമായി നേരിടും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ, ആരെയും വേദനിപ്പിക്കാതെ, സഹായിക്കാൻ കഴിയുന്നിടത്ത് സഹായിച്ച്, ഇത്തരത്തിലുള്ള ഗുണങ്ങൾ ഉള്ളവരുടെ വീടുകളിൽ ഒരു ദൈവീക ശക്തി ഉണ്ടാകും. കാക്കകൾ ആ ശക്തിയെ അനുഭവിച്ച് അവിടേക്ക് വരുന്നു എന്ന് പറയപ്പെടുന്നു. ഇതിനു പുറമെ ചില സ്ത്രീകൾ വളരെ വികാരധീനരായിരിക്കും. ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ മനസ്സിനെ ബാധിക്കും. അവർ പെട്ടെന്ന് സന്തോഷിക്കും, പെട്ടെന്ന് സങ്കടപ്പെടും, ചിലപ്പോൾ കണ്ണീരിൽ ഒലിച്ചു പോകും. എന്നാൽ അതേസമയം അവരുടെ മനസ്സ് വളരെ സത്യസന്ധവുമാണ്. അവർ എന്തനുഭവിച്ചാലും അത് തുറന്നു പറയും, മറച്ചുവെക്കാൻ ശ്രമിക്കില്ല. ഈ സത്യസന്ധതയും നിഷ്കളങ്കതയും തന്നെ അവരുടെ വലിയ ശക്തിയാണ്. അത്തരം വീടുകളിലും കാക്കകൾ എത്താറുണ്ട്. ഒരു കുടുംബത്തിന്റെ നന്മയ്ക്കായി സ്വന്തം ജീവിതം സമർപ്പിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് സ്വന്തം ഇഷ്ടങ്ങൾ പോലും മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ അവർ സന്തോഷത്തോടെ അത് ചെയ്യുന്നു. കുടുംബം സന്തോഷത്തോടെ ഇരിക്കാൻ അവർ ചെയ്യുന്ന പരിശ്രമം അളക്കാനാകാത്തതാണ്. അത്തരം സ്ത്രീകളുടെ വീടുകളിൽ ഐശ്വര്യം നിലനിൽക്കും, സമാധാനം നിലനിൽക്കും. അതിനൊപ്പം കാക്കകളുടെ സാന്നിധ്യവും കാണാം. ജീവിതത്തിൽ പലപ്പോഴും അവഗണനകളും കുറ്റപ്പെടുത്തലുകളും നേരിടേണ്ടി വരുന്ന സ്ത്രീകളും ഉണ്ടാകും. അവർ എത്ര നല്ലത് ചെയ്താലും അത് അംഗീകരിക്കപ്പെടാതെ പോകാം. എന്നാൽ അതുകൊണ്ട് അവർ മാറുന്നില്ല. അവർ ഇപ്പോഴും നല്ലത് ചെയ്യാൻ ശ്രമിക്കുന്നു. എല്ലാവർക്കും നന്മ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ മനസ്സുള്ളവരുടെ വീടുകളിൽ കാക്കകൾ വരുന്നത് ആ നന്മയുടെ പ്രതിഫലമായി കാണപ്പെടുന്നു. സ്വന്തം വ്യക്തിത്വത്തെയും ആത്മവിശ്വാസത്തെയും സംരക്ഷിക്കാൻ ശ്രദ്ധിക്കുന്ന സ്ത്രീകളുമുണ്ട്. അവർ അവരുടെ സൗന്ദര്യത്തിൽ ശ്രദ്ധ നൽകും. എന്നാൽ അത് വെറും പുറത്തുള്ള സൗന്ദര്യം മാത്രമല്ല, അവരുടെ ഉള്ളിലെ ആത്മവിശ്വാസത്തിന്റെ പ്രതിഫലനമാണത്. അത്തരം ആത്മവിശ്വാസമുള്ള സ്ത്രീകളുടെ വീടുകളിൽ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാകും. അത് കാക്കകളെയും ആകർഷിക്കും. മാതൃത്വം, ഇത് ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ ഒരു വികാരമാണ്. സ്വന്തം മക്കൾക്കായി എന്തും ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള അമ്മമാർ. അവരുടെ പ്രാർത്ഥനകൾ വളരെ ശക്തമായിരിക്കും. അത്തരം വീടുകളിൽ കാക്കകൾ വരുന്നത് മക്കൾക്ക് പിതൃക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതിൻ്റെയും അവരുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നതിൻ്റെയും സൂചനയായി കണക്കാക്കപ്പെടുന്നു. ചിലരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും, കണ്ണീരും വേദനയും നിറഞ്ഞ ഒരു കാലഘട്ടം. എന്നാൽ അതിനുശേഷം ഒരു മാറ്റം വരും. എല്ലാം മാറി തുടങ്ങും. സന്തോഷം വീണ്ടും തിരിച്ചു വരും. അത്തരം സമയങ്ങളിൽ കാക്കകൾ വീടുകളിൽ എത്തുന്നത് ഇനി നല്ല കാലം ആരംഭിക്കുന്നു എന്നൊരു സന്ദേശമായി കാണപ്പെടുന്നു. ഇതെല്ലാം കേട്ട ശേഷം നിങ്ങൾക്ക് ഒരു ചിന്ത വരാം, ഇതെല്ലാം ശരിയാണോ? ഇത് വിശ്വാസം മാത്രമാണോ എന്ന്. ശരി, ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളല്ല. പക്ഷേ ഇത് നമ്മളുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. നമ്മുടെ മുൻഗാമികൾ കൈമാറിയ വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങൾ നമ്മളെ നല്ലവരാക്കുന്നുവെങ്കിൽ, നമ്മളിൽ കരുണയും സ്നേഹവും വളർത്തുന്നുവെങ്കിൽ അതിന് ഒരു വലിയ മൂല്യമുണ്ട്. അതിനാൽ നിങ്ങളുടെ വീടുകളിൽ കാക്കകൾ വരാറുണ്ടെങ്കിൽ അവയെ അകറ്റാൻ ശ്രമിക്കേണ്ടതില്ല. സ്നേഹത്തോടെ സ്വീകരിക്കുക. അവയ്ക്ക് ചെറിയൊരു ഭക്ഷണം കൊടുക്കുക. അതൊരു വലിയ പുണ്യമായി കാണുക.
അതിനൊപ്പം നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. നല്ല മനസ്സ് വളർത്തുക, മറ്റുള്ളവരെ സഹായിക്കുക, പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക. ഒടുവിൽ ഒരു കാര്യം മാത്രം ഓർമ്മിക്കുക: ദൈവാനുഗ്രഹം തേടാൻ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല. ചെറിയ നല്ല പ്രവൃത്തികൾ തന്നെ മതിയാകും. ഒരു കാക്കയ്ക്ക് കൊടുക്കുന്ന ഒരു കഷ്ണം ഭക്ഷണം പോലും ഒരു വലിയ അനുഗ്രഹത്തിന്റെ തുടക്കമാകാം. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവരുടെയും ജീവിതത്തിൽ ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.